സൂപ്പർവൈൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ സണ്ണി ജോസഫ് എം എൽ എ അതിഥികളുടെ അറിവിലേക്കായി കഷ്ടി 4 മിനിറ്റേ ഉള്ളൂ നമുക്കിനി. ഈ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പറഞ്ഞു ഒരു പങ്കുമില്ല ഈ സംഭവത്തിൽ എന്നൊക്കെ ഇന്ന് വരികയുണ്ടായല്ലോ. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറയുകയും ചെയ്തു. എൻ്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവരെപ്പോഴും പറയാറുണ്ട് ഞങ്ങളല്ല, പാർട്ടിയല്ല, ഇനി ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും, അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമല്ല എന്ന്. അങ്ങനെ എത്രയൊക്കെ അകലം പാലിച്ചാലും പിന്നെ എന്തിനാണ് ഇവർ ഈ പറയുന്ന BJP നേതൃത്വവുമായി ചർച്ച നടത്തുന്നത്? CPM-ഉം BJP-യും അവരവരുടെ നേതാക്കളെന്ന നിലയിൽ കൂടിയിരുന്ന് കണ്ണൂർ കൊലപാതകം സംഘർഷം അവസാനിപ്പിക്കുന്നതിനെപ്പറ്റി ചർച്ച നടത്തുമ്പോൾ തന്നെ വ്യക്തമല്ലേ ആരൊക്കെയാണ് ഇതിലെ കക്ഷികളെന്ന്? കാരണം അവർക്ക് അണികളുടെ മുകളിൽ നിയന്ത്രണമില്ല. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പറഞ്ഞത് വലിയ തമാശയാണ്. അവരേതെങ്കിലും കേസ് ഞങ്ങളാണെന്ന് അവർ ഏറ്റെടുക്കുമോ? ഇവിടെ വേറൊരു കാര്യം, ഈ മരിച്ച ബിജുവിന് 4 ദിവസം മുമ്പ് വരെയും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് വിഡ്രോ ചെയ്തു. അത് വിഡ്രോ ചെയ്തിട്ട് 4ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞതുപോലെ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തിയില്ലോ എന്ന് അന്വേഷിക്കട്ടെ. ഏതായാലും മനോജ് വധക്കേസിൽ P. ജയരാജൻ്റെ മകൻ തന്നെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായിരുന്നു? ഐ ആം വെരി ഹാപ്പി. മനോജിനെ കൊലപ്പെടുത്തിയതിൽ വലിയ സന്തോഷമാണെന്ന് P. ജയരാജൻ്റെ മകൻ പരസ്യമായിട്ട് ലോകത്തോട് പറഞ്ഞതാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നവരാണ്, പക്ഷേ നടത്തിയോ എന്ന് കുമ്മനം പറഞ്ഞത് തെളിയിക്കാൻ കുമ്മനത്തിന് ഉത്തരവാദിത്തമുണ്ട്. അല്ല, ഒരു തെറ്റായ ദൃശ്യം ഈ ഘട്ടത്തിൽ അവിടെ പ്രചരിപ്പിക്കുന്നത് നീതീകരിക്കാവുന്നത് അതിനൊരു പഴയ ഉദാഹരണം വെച്ചാൽ പോലും അല്ലല്ല, അതൊരു കാര്യമുണ്ട്. അത് അവിടെയാണ് പറഞ്ഞത്, അങ്ങനെ പറഞ്ഞ കുമ്മനം ഉണ്ടെന്ന് തെളിയിക്കട്ടെ, അങ്ങനെ ഇല്ലെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിയിക്കട്ടെ. ശരി, ഒരു കാര്യം ഉണ്ടായി. ഇവിടെ ബിജു ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. 4 ദിവസം മുൻപ് വരെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, പിന്നീട് മാറ്റിയെന്ന്. അതൊക്കെ ഗവൺമെന്റ് സ്വമേധയാ അങ്ങ് വേണ്ടപ്പോൾ സാഹചര്യങ്ങളാണ്, സംശയാസ്പദമായ സാഹചര്യങ്ങൾ തന്നെയാണ്. പിൻവലിക്കലും ഒരിക്കലും ആ സെക്യൂരിറ്റി പോലീസ് പ്രൊട്ടക്ഷൻ പിൻവലിക്കാൻ പാടില്ലായിരുന്നു. വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നിടത്തോളം ആ ചെറുപ്പക്കാരൻ വേറെ ജോലി അന്വേഷിച്ച് മംഗലാപുരത്ത് പോയി, ഇവിടെ നിന്ന് മാറി താമസിക്കുന്നു, ജീവന് ഭീഷണിയാണ് എന്ന് വന്ന് മംഗലാപുരത്ത് ജോലിയൊക്കെ അത് ഉറപ്പാക്കി തിരിച്ച് ട്രെയിനിൽ വന്ന് പയ്യന്നൂരിൽ ഇറങ്ങേണ്ട ആൾ പഴയങ്ങാടി പോയി സെക്യൂരിറ്റി പർപ്പസിൽ പഴയങ്ങാടി പോയി ഇറങ്ങുന്നു. അവിടെ നിന്ന് പോകുന്ന വഴിക്കാണ് ബൈക്കിന് വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ആസൂത്രിതം തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൈ കഴുകാൻ ഒരിക്കലും കഴിയില്ല. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അല്ല, ഇനി സംസ്ഥാന കമ്മിറ്റി പറഞ്ഞാൽ പോലും മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെ ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണ്. ശരി, അവസാനമായി ശ്രീ T. ശശിധരൻ, ഇവിടെ മുഖ്യമന്ത്രി വീണ്ടും സമാധാന ശ്രമങ്ങളിൽ തന്നെയാണ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷവും ബന്ധപ്പെട്ടവരോട് ആശയവിനിമയം നടത്തിയെന്ന് നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ്. എനിക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയാനുണ്ട്. എനിക്ക് ഒട്ടും സമയമില്ല ശോഭ, ഞാൻ പറയാം. ശ്രീ ശശിധരനോട് കഴിഞ്ഞ തവണ നമ്മൾ പോയിട്ടേ ഇല്ല. അല്ല, സമയമില്ല. പക്ഷേ രാജേഷ് ചോദിച്ചില്ലേ, അതായത് രാജേഷിനെ കുറിച്ച് ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്നില്ലേ? ഞാൻ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. മലമ്പുഴയിലെ കൊലപാതക കേസിനെ കുറിച്ച് കൃത്യമായ ധാരണ MP രാജേഷിനുള്ളത് കൊണ്ടാണ് 8 മാസമായിട്ടും പോലീസ് സെക്യൂരിറ്റിയുള്ള അദ്ദേഹത്തിനുണ്ടല്ലോ, പോലീസിനെ വിളിച്ചുകൂടെ, MP അല്ലേ, എന്നിട്ട് ആ വീട് സന്ദർശിക്കാത്ത? രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, പാപ്പിനിശ്ശേരിയിലെ കീച്ചേരിയിലാണ് രാജേഷിന്റെ പാർട്ടിക്കാർ പ്രകടനം നടത്തിയത്. ആ പ്രകടനം നടത്തിയതിന്റെ പിറകിൽ നിങ്ങളുടെ പാർട്ടിക്കാരാണ്. ഇത് കുമ്മനം രാജശേഖരൻ തെളിയിക്കും, ഒരു തർക്കവും വേണ്ട, ഞങ്ങൾ തെളിയിക്കാം. ശരി, MP രാജേഷ്, ഈ ഇടവേളയിൽ ശോഭയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അത്ര ആക്റ്റീവാണ് അവരുടെ സൈബർ സുഹൃത്തുക്കൾ, അവരുടെ സൈബർ മേഖല. പയ്യന്നൂരിലെ കീച്ചേരിയിൽ അല്ലേ ശോഭ? അല്ല, പാപ്പിനിശ്ശേരിയിലെ കീച്ചേരിയിൽ. സൈബർ സേനയുടെ ഗുണമാണെന്നാണ് വേണു പറയുന്നത്. അല്ലല്ല, അതൊരു മോശം കാര്യമല്ല, മോശം കാര്യമല്ല. പാപ്പിനിശ്ശേരിയിലെ കീച്ചേരിയിൽ, പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിൽ, പാപ്പിനിശ്ശേരി എവിടെ, പയ്യന്നൂർ എവിടെ? അതാ പറഞ്ഞത്. സമയം കുറവാണ്, ഞാൻ വേഗം ഇടപെടും, എനിക്ക് ചർച്ച അവസാനിപ്പിക്കണം. രാജേഷ്, വേഗം മറുപടി. അല്ലല്ല, താങ്കൾ കൂടുതൽ ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും നടത്തണ്ട. കണ്ണൂർ ജില്ലയിലെ ശോഭ, എനിക്ക് സമയമില്ല. ശരി ശരി, കഞ്ചിക്കോട്ട സംഭവത്തിൽ ശോഭ വളരെ ഗുരുതരമായ ആരോപണം. രാജേഷിനെതിരായുള്ള ആക്ഷേപത്തിന് രാജേഷ് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. നടപടി ഞാൻ സ്വീകരിക്കും, അവരും നിയമ നടപടി സ്വീകരിക്കട്ടെ, CBIക്ക് പരാതി കൊടുക്കട്ടെ. ശരി ശരി, കണ്ണൂരായിരുന്നു നമ്മുടെ വിഷയം, പക്ഷെ മറ്റൊരു നിയമ നടപടി സ്വീകരിക്കട്ടെ, ഞാൻ നിയമ നടപടി സ്വീകരിക്കും. ഈ തെറ്റായ അപകീർത്തികരമായ ആരോപണം ഉന്നയിച്ചതിന് ഞാൻ നിയമ നടപടി സ്വീകരിക്കും. ശരി 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 ശരി, എനിക്ക് സമയം പൂർണ്ണമായും കഴിയുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.